വേസ്റ്റ് എന്ന് പറഞ്ഞാൽ തുണികളും വലിയ വലിയ ചാക്കുകെട്ടുകളും ഉണ്ടാവും. ഈ ചാക്കുകെട്ടിൻ്റെ ഇടയിൽ ഈ ആളൊരു ബോഡി ഇരുന്നാൽ പോലും നമുക്ക് ടച്ചിങ് ഫീലാണ് നമുക്ക് കിട്ടേണ്ടത്. അല്ല വിഷനില്ല, ഒട്ടും വിഷനില്ല. ഇത് ഭയങ്കര ഇടയിൽ നമ്മൾ തപ്പിയാണ് പോകുന്നത്. നമ്മൾ സൂര്യപ്രകാശം കിട്ടുന്നില്ലല്ലോ അവിടെ, ഫുള്ളിട്ടാണ് എല്ലാം. ക്യാമറ കഴിഞ്ഞ് ഞങ്ങൾ പറഞ്ഞു, ക്യാമറ കുറച്ച് ക്യാമറ കഴിഞ്ഞ് പോയിട്ടുണ്ട്. ഇല്ല ഇല്ല ഇല്ല, അവര് സംശയം പറയുന്നല്ല. ഇല്ല, അവിടെ ഇല്ല. നമുക്ക് ഒന്നുമില്ല, ചവറ് തന്നെയാണ്, വേസ്റ്റ്. ഇമേജ് അല്ല അവർ പറഞ്ഞു. അവിടെ ഒരു ഇത് ഇങ്ങനെ സംശയമുണ്ട് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. സംശയത്തിന്റെ ചിലവ് ഹാൻഡ് ഹോള് അല്ല, 5 ഞങ്ങൾ 3 കഴിഞ്ഞ് 5 വരെ എത്തിയല്ലോ. അപ്പൊ അവിടെ നോക്കാൻ വേണ്ടിട്ട് ലാക്കിയ വേസ്റ്റ് ഉണ്ട്, കവറിലാക്കിയ വേസ്റ്റ് ഉണ്ട്, സഞ്ചിയിലാക്കിയ വേസ്റ്റ് ഉണ്ട്, അങ്ങനെ പലതരത്തില്ല. അപ്പൊ അങ്ങനെ ഇല്ല, അങ്ങനെ പോകാൻ പറ്റില്ല. കാരണം ഓരോ സ്ഥലത്ത് ചിലപ്പം ഒരു 5 മീറ്റർ പോകുമ്പോഴായിരിക്കും വേസ്റ്റ് നിൽക്കുന്നത്. അങ്ങോട്ട് പിന്നെ ഡൈവേഴ്സിന് പോകാൻ പറ്റില്ല, വെള്ളം കുറഞ്ഞാൽ പോകാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് പ്രതിസന്ധി ഉണ്ട് ഇതിനകത്ത്. വെള്ളം കുറഞ്ഞാൽ ഡൈവ് ചെയ്യാൻ പറ്റില്ല, വേസ്റ്റ് മാറ്റാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവസ്ഥ നിലവില്ല. ചെക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ഡൈവ് ചെയ്യാൻ ഗ്യാപ്പ് കുറവല്ലേ? ഇല്ല ഇല്ല, അത് ഈ നമ്മളെ തുണികളാ, ഭയങ്കര തുണികളൊക്കെ നമ്മളിങ്ങനെ വളഞ്ഞ് മാറ്റി 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 എന്തെങ്കിലും എന്തെങ്കിലും ബോഡി തന്നെ നോക്കി, വീണ്ടും എന്തെങ്കിലും തട്ടണമെങ്കിൽ അവിടെയും പിടിച്ച് ബോഡി തന്നെ നോക്കി. എന്നാൽ ചെളിയുമാണ് നമ്മൾ നല്ല ചെളിയും കൂടെയാണ്. ചില ഭാഗത്ത് മാത്രമേ ഉള്ളൂ, ചില ഭാഗത്ത് മാത്രം കുറച്ചുകൂടെ ഗ്യാപ്പ് കിട്ടും. നല്ല ഡേഞ്ചറായിട്ടാണ് പോകണം. കാര്യം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വെള്ളം താഴണമെങ്കിൽ നമ്മളവിടെ ഇരിക്കും, ഇവർക്ക് വലിച്ചെടുക്കാൻ പറ്റില്ല. അത് നമ്മൾ സെർച്ച് ചെയ്യാത്ത ഏരിയ ഉണ്ട്. നമ്മൾ 5ാമത്തെ പ്ലാറ്റ്ഫോം മുതൽ ഇങ്ങോട്ട് ഇന്നലെ വൈകുന്നേരം അല്ല, ഇന്ന് രാവിലെ നമ്മൾ സെർച്ച് ചെയ്യാത്ത സ്ഥലം നോക്കി, അത് കഴിഞ്ഞ് താഴോട്ട് പോകും. ഈ വെള്ളത്തിനകത്ത് കറക്റ്റ് രൂപം, വെള്ളം ക്ലിയർ അല്ല, വിഷൻ ഒട്ടുമില്ല. ദൂരം 5 മീറ്ററിനകത്തേ ഉള്ളൂ. ഞങ്ങളൊരു 15 മീറ്റർ ഡിസ്റ്റൻസിൽ 15 മീറ്റർ സർക്കിളിൽ നമ്മൾ മൊത്തം സെർച്ച് ചെയ്തിട്ടുണ്ട്. അത് തടിയായി അല്ലല്ല, ഒരു താഴെയാണ്. അതായത് മേളം താഴെന്ന് പറയുന്നത് ഇത്ര ഗ്യാപ്പേ ഉള്ളൂ. നമുക്ക് ഒരാൾക്ക് കമിഴ്ന്ന് കിടക്കാം, നമ്മളതിനെ കഷ്ടപ്പെട്ട് കമിഴ്ന്ന് നിരങ്ങി പോകാനുള്ള ഗ്യാപ്പേ ഉള്ളൂ. ആ ഗ്യാപ്പിനകത്താണ് കാണുന്നത്. അപ്പോൾ ഇത് ഉണ്ടെങ്കിലും ഈ വേസ്റ്റിനടി തട്ടി കിടക്കേ ഉള്ളൂ. പക്ഷേ ആ പറഞ്ഞ സ്ഥലത്ത് ഇല്ല. നമ്മൾ തറവടി ചെക്കിട്ടുണ്ട്. അവിടെയൊക്കെ ഒരു 10 മീറ്ററിന് ഉള്ളിലാണ് പറഞ്ഞത്. ഒരു 5 മീറ്റർ കഴിഞ്ഞാണ് ക്യാമറ നിന്നത്. പക്ഷേ നമ്മളൊരു 15 മീറ്ററിനുള്ളിൽ ആ ക്യാമറ നിന്നിടത്തുന്ന ഒരു 15 മീറ്റർ ഡിസ്റ്റൻസിന്റെ റേഡിയസിൽ നമ്മൾ ഫുള്ള് നോക്കി. 50 മീറ്റർ എന്ന് പറയുന്ന മുഴുവൻ ക്ലിയർ, അതിനകത്ത് ഏകദേശം ക്ലിയർ ആണ്. ഇതിപ്പോൾ നമ്മൾ നോക്കിയത് നമ്മുടെ ഏകദേശം ക്ലിയർ ആണ്. കാര്യപ്പെടുന്ന ഇല്ല, ചാൻസ് ഇല്ല. അത് വേറൊരു കാര്യം അങ്ങനെ പറയാൻ പറ്റത്തില്ല. അതിന്റെ കാരണം ഒന്ന്, വേസ്റ്റ് എന്ന് പറഞ്ഞാൽ തുണികളും വലിയ വലിയ ചാക്കുകെട്ടുകളും ഉണ്ടാവും. ഈ ചാക്കുകെട്ടിൻ്റെ ഇടയിൽ ഈ ആളൊരു ബോഡി ഇരുന്നാൽ പോലും നമുക്ക് ടച്ചിങ് ഫീലാണ് നമുക്ക് കിട്ടേണ്ടത്. അല്ല വിഷനില്ല, ഒട്ടും വിഷനില്ല. ഇത് ഭയങ്കര ഇടയിൽ നമ്മൾ തപ്പിയാണ് പോകുന്നത്. നമ്മൾ പോകുന്ന ഡൈവേഴ്സ് പതിയെ മാറ്റി മാറ്റിയാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന കൂട്ടത്തിൽ ചെറിയ ഗ്യാപ്പിലാണ് ഈ മേഖലയിൽ നമ്മൾ തപ്പിയാണ് പോകുന്നത്. അപ്പോൾ അത്രത്തോളം നമുക്കത് പിന്നെ ഉറപ്പിച്ച് നമുക്ക് പറയാനും പറ്റത്തില്ല. ഇതുകൊണ്ട് നമ്മൾ അത്രയും ക്ലിയർ ആണ് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം നമ്മൾ കാണുന്നില്ല. പക്ഷെ നമ്മളുടെ ഈ പോകുന്ന ഡ്രൈവർമാരുടെ കയ്യിൽ നമ്മൾ കഴിഞ്ഞാൽ ടച്ച് ചെയ്താൽ പോകുന്ന ഓരോ ഈ കച്ചറകൾ മാറ്റി മാറ്റി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. എന്തായാലും നമ്മളെ മനസ്സിൽ നമ്മൾ ചെയ്യാൻ പറ്റുന്ന, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അതിൽ കൂടുതലും നമ്മുടെ ഡ്രൈവർമാർ നിലയിൽ സെർച്ച് ചെയ്തുകൊണ്ട് ഇനിയും നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ട് ഒക്കുന്ന രീതിയിൽ നമ്മൾ അടുത്ത ഒരു പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു പോസിബിൾ ആണെങ്കിൽ ഇനി അപ്പുറത്തെ ബണ്ട് കെട്ടിയിട്ട്, സാറന്മാരുടെ നിർദ്ദേശം അനുസരിച്ച് അവിടെ ബണ്ട് കെട്ടിയിട്ട് ആ ബണ്ട് കെട്ടി ഈ വെള്ളത്തിൻ്റെ ഈ ഒരു ഒഴുക്ക് കൂടുതൽ ആക്കിക്കൊണ്ട് ഇതിനൊന്ന് ഉയർത്താൻ ശ്രമിക്കുകയാണ്. അതായത് ഈ പറഞ്ഞ വേസ്റ്റുകൾ അടിയിൽ കൂടി ഈ ഡൈവേഴ്സിന് പോകാൻ പറ്റാത്ത തരത്തിലുള്ള വേസ്റ്റ് താന്നോട്ട് കിടക്കുകയാണ്. അപ്പോൾ അവിടെ ബണ്ട് കെട്ടിയിട്ട് ഇത് അവിടെ നിർത്തുമ്പോൾ കുറച്ച് വെള്ളം ഒഴുകിയിട്ട് പൊങ്ങാൻ സാധ്യതയുണ്ട്. അതാണ് ഇനി സാറന്മാർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കേസുകൾ എന്താണ്